കൊല്ലത്തുനിന്ന് രാവിലെ വെളുപ്പിനെ അവൻ വണ്ടി ഓടിച്ച് വന്ന് എറണാകുളത്ത് വന്നിട്ട് ഞങ്ങളെ വിളിക്കുക. പിന്നെ സുമതിയോളത് ഓഗസ്റ്റ് 1 റിലീസ് ആവുകയാണ്. ഈ പറയുന്ന പോലെ ട്രെയിലറൊക്കെ ടീസറൊക്കെ നിങ്ങൾ കണ്ടു കാണും. പാട്ടുകൾ ഇറങ്ങി തുടങ്ങി. കണ്ടോ? പാട്ടൊക്കെ കണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടോ? സൗണ്ട് പോലോ ചേട്ടാ ഉറക്കേ. ആക്ച്വലി നിങ്ങൾ ഇത്രയും പേര് ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോകണം. നിങ്ങളുടെ മാനേജ്മെന്റിനോട് ഞാൻ പറയാം ഫസ്റ്റ് ഡേ അവധി തരാനായിട്ട്. പടം കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ മോളെ സന്തോഷം. പടം കണ്ട് ഇഷ്ടപ്പെട്ട് അത് പടം സക്സസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അർജുനെയും കൂടെ കൊണ്ടുവന്ന് ഒരു ദിവസം ഒന്നുകൂടെ വരാം. അങ്ങനെ പറയാം. എന്തായാലും തിയേറ്റർ വിസിറ്റ് ആവശ്യമായിട്ടൊക്കെ ഞങ്ങൾ ഇതുവഴി വരും. അപ്പം നമുക്ക് അന്നേരം വീണ്ടും കാണാം. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മാളികപ്പുറത്തിന് ശേഷം ഞാനും വിഷ്ണു സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണുവും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടെയാണിത്. മാളികപ്പുറം കണ്ടിരുന്നോ നിങ്ങളെല്ലാവരും? ഇഷ്ടപ്പെട്ടോ? അന്ന് ഞങ്ങൾ അയ്യപ്പനെ കൂടെ നിർത്തി. ഇത്തവണ നമ്മൾ ഒരു യക്ഷിയെ കൂടെ കൊണ്ടുവരികയാണ് സുമതി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഈ പടത്തിൽ കുറേ ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ആരാണ് സുമതി, ആരാണ് യക്ഷിയും ചോദിക്കുന്നുണ്ട്. അത് ഓഗസ്റ്റ് 1 നമുക്ക് തിയേറ്ററിൽ കാണാം. ഇവർ മാത്രമല്ല വേറെ കുറച്ച് യക്ഷികളും കൂടി ഈ പടത്തിലുണ്ട്. അവരിന്ന് വരാൻ പറ്റിയില്ല. അല്ല അതല്ല ഉദ്ദേശിച്ചത്, വേറെ കുറച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. മാളവിക ഇതിൽ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന മാളവികയുണ്ട്. പിന്നെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നേക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ സിനിമ തീർച്ചയായിട്ടും 90s, അതായത് നിങ്ങളിൽ പലർക്കും അറിയാത്ത, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു പ്രായം വെച്ച് നിങ്ങൾ ആരും കാണാത്ത 90s വൈബ് അല്ലെങ്കിൽ 90കളിൽ നടക്കുന്ന ഒരു സിനിമയാണ്, കിടക്കുന്ന കഥയാണിത്. അന്നത്തെ പ്രണയം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. തീർച്ചയായിട്ടും ഈ സിനിമയെ ഞങ്ങളിത് കാണിക്കുന്നുണ്ട്. അന്നത്തെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ പ്രണയിച്ചതിന് ശേഷം കാമുകിയുടെ കല്യാണം അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. വന്നിറങ്ങി അവിടുന്ന് വരുന്ന ആ ഒരു ടൈം തൊട്ടിട്ടുള്ള എനർജി, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വെൽക്കമിങ് ശരിക്കും ഒട്ടും പ്രതീക്ഷയില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 പ്രൊമോഷൻസ് ചെയ്തെങ്കിലും ഇവിടെ സേക്രഡ് ആർട്സ് വിമൻ കോളേജിന്റെ പവർ ഞങ്ങൾ എവിടെയും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വൻ ചാർജായി. ആൻഡ് ചാലക്കുടി എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ആണ്. ലൈഫിൽ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതും ഒക്കെ ചാലക്കുടിയിൽ നിന്നാണ്. ഇപ്പം ഇവിടുന്ന് പ്രൊമോഷൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സുമതിങ്ങൾ നല്ലൊരു വിജയമാവും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എനിക്ക് ചാലക്കുടിക്കാരിൽ നല്ല വിശ്വാസമാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 സുമതി വളവ് റിലീസാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അറിയുന്നുണ്ടാവുക. അപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുന്ന സമയത്ത് ഈ ഒരു എനർജിയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ആക്ച്വലി സത്യം പറഞ്ഞാൽ നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത്. താങ്ക് യു സോ മച്ച്. ഇന്ന് വന്നതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ജൂഹി ചേച്ചിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കാം. പവി കെയർടേക്കറിലെ നായികയും കൂടിയായിരുന്നു. സോ എല്ലാവർക്കും നമസ്കാരം. സുമതി വളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഒരു ഫൺ കോമഡി ഹൊറർ മൂവി ആയിരിക്കും. പിന്നെ നമുക്ക് അർജുൻ ചേട്ടൻ്റെ ഒരു നല്ല പ്രേമൊക്കെ കാണാം. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓഗസ്റ്റ് 1 മറക്കണ്ട. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് സുമതി വളവിലെ സോങ് Gracias.